അഞ്ജന ശശി എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് മാതൃഭൂമിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് ആ ചേച്ചി. അപ്പം 3 ദിവസം മുൻപ് ഈ അഞ്ജന ശശി എന്ന് പറയുന്ന ജേർണലിസ്റ്റ് മാതൃഭൂമിയിൽ നിന്ന് രാജിവെച്ചു. രാജിവെക്കാനുണ്ടായ കാരണം മറ്റൊന്നുമല്ല, അവിടുത്തെ HR മാനേജർ ഇവരെ എന്താണ് എന്തോ ഒരു വൃത്തികെട്ട ആംഗ്യം കാണിക്കുകയും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുകയും വൃത്തികെട്ട രീതിയിൽ പെരുമാറുകയും ചെയ്തു. അത് മാതൃഭൂമിയിൽ ഉന്നത ഉദ്യോഗസ്ഥനായ ഒരു HR മാനേജറാണ് കേട്ടോ. പേര് പറയുന്നില്ല, HR മാനേജർ എന്നാണ് പറയുന്നുള്ളൂ. അത് 3 വർഷം മുൻപ് നടന്ന ഒരു കേസാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 3 ദിവസം മുൻപാണ് ആ ചേച്ചി രാജിവെച്ചത്. കാരണം ഇവർ കൊടുത്ത പരാതിയിന്മേൽ അവരുടെ മാതൃഭൂമി ന്യൂസിൽ നിന്നും അതിന് അനുകൂലമായ ഒരു നടപടി ഉണ്ടായില്ല. അപ്പം ഇനിയിപ്പോൾ അതിനകത്ത് എങ്ങനെ ഇവർ ജോലി ചെയ്യും എന്നുള്ള രീതിയിൽ ചോദിച്ചുകൊണ്ടാണ് രാജിവെച്ചത്. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്തും ഒരുപാട് സിനിമാ നടന്മാരുടെ പേരുകളിൽ ആരോപണങ്ങൾ വന്നപ്പോൾ ഈ മാധ്യമപ്രവർത്തകരടക്കമുള്ളവർ വാതോരാതെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അന്തിച്ചർച്ചകളിൽ ഇതിന് ഒരുപാട് ദിവസങ്ങളിലേക്ക് സ്ഥാനം കൊടുക്കുകയും ചെയ്തൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ സിനിമാക്കാർ തിരിച്ചു ചോദിച്ചു, ഇതെല്ലാ ഇൻഡസ്ട്രിയിലുള്ള സംഭവങ്ങളാണ്. അപ്പം നിങ്ങളുടെ ഇൻഡസ്ട്രിയിലും, അതായത് ഈ മാധ്യമപ്രവർത്തനത്തിലും ഇതുപോലൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പെരുമാറുക? അന്ന് എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ ഭയങ്കരമായ രീതിയിൽ പ്രതികരിക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ന്യൂസുകാർ പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് 24 ന്യൂസ് ആയിക്കോട്ടെ, റിപ്പോർട്ടർ ന്യൂസ് ആയിക്കോട്ടെ, ഈ മാതൃഭൂമി ആയിക്കോട്ടെ, ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ, ഒരു ന്യൂസിൽ പോലും ഈ അഞ്ജന ശശിയുമായിട്ടുള്ള ബന്ധപ്പെട്ട വാർത്തകളൊന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ എല്ലാ ഇൻഡസ്ട്രിയിലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വളരെ വളരെ കൂടുതലാണ്. അപ്പം ഏതെങ്കിലും ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടായപ്പം മാധ്യമപ്രവർത്തകരെല്ലാവരും കൂടി, നമ്മൾ കോമഡിക്കാണെങ്കിലും പറയും, ഈ മാധ്യമപ്രവർത്തകർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ കുടുംബം മുടിപ്പിക്കാൻ പറ്റുമെന്ന്. അതുള്ള കാര്യമാണ് കേട്ടോ. അത് അവരങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ കൊണ്ടു നടക്കാൻ അവരെ കൊണ്ട് സാധിക്കും. വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിൽ. എന്താണെങ്കിലും ഇത് 2021 തോന്നുന്നു നടന്ന സംഭവമാണ്. അതായത് വൈകുന്നേരം 6:30 സമയം ഡ്യൂട്ടി ടൈം മാറ്റി കിട്ടുമോ എന്ന് ചോദിക്കാനായിട്ടാണ് ഈ അഞ്ജന ശശി HR മാനേജറുടെ മുറി പോയത്. അപ്പോൾ വളരെ വൃത്തിയായിട്ട് ഭാഷ, അതായത് അഞ്ജന ശശി എന്ന് പറയുന്നവർക്കൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, അതിനകത്ത് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും, വളരെ മോശമായ രീതിയിൽ ഇവരോട് പെരുമാറുകയും ആംഗ്യം കാണിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അവരെൻ്റെ പിറ്റേ ദിവസം തന്നെ അവിടെ പരാതി കൊടുത്തു. പക്ഷേ ആ പരാതി അന്വേഷിച്ച ആഭ്യന്തര കമ്മീഷൻ എന്ന് പറയുന്നതിൻ്റെ തലപ്പത്തിരിക്കുന്നയാൾ ഈ കുറ്റാരോപിതനായ വ്യക്തിയാണ്. പുള്ളി നല്ല രീതിയിൽ താൻ മാന്യനാണെന്ന് കാണിച്ചുകൊണ്ടൊരു സംഭവം അങ്ങ് റിപ്പോർട്ട് എഴുതി കൊടുത്തു. ഇതിൻ്റെ വലിയ ഉദ്യോഗസ്ഥന്മാർ അതങ്ങ് സൈനും ചെയ്തു കൊടുത്തു. അപ്പോൾ അത് ശരിയാവൂല, അത് നടപടി ആവൂല എന്ന് തോന്നിയപ്പോഴാണ് പിന്നീട് പോലീസ് കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പം സ്വന്തം ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു ഇത്ര വൃത്തികെട്ട അനുഭവം ഉണ്ടായി പരാതി കൊടുത്തു കഴിഞ്ഞപ്പം അവർ കുറ്റാരോപിതനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മടുപ്പ് തോന്നും. പിന്നെ ഞാൻ എന്തിനാണ്, അത് 17 വർഷമായി മാതൃഭൂമി ന്യൂസിൽ ജോലി ചെയ്യുന്ന അഞ്ജന ശശി എന്ന് പറയുന്ന ജേർണലിസ്റ്റാണ്, അവർക്കാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം അവർ പറയുന്നുണ്ട്, ഞാൻ ഈ കേസ് കൊടുത്തതിന് ശേഷം ഒരുപാട് സ്ത്രീകൾ ഇങ്ങേർക്കെതിരായി ഇങ്ങനെ രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് എനിക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ രീതിയിൽ എന്നോട് അയാൾ സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡബിൾ മീനിങ് വെച്ച് എന്നോട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് സ്ത്രീകളാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും കാണാനും കേൾക്കാനും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇത് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന യൂട്യൂബർ ഇന്നലെ യൂട്യൂബിൽ ഇട്ടപ്പോഴാണ് ഇത് കുറച്ചെങ്കിലും ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതുവരെ ഇതിനൊന്നും ഒരു സംസാരവും ഇല്ല, ഒരു ചർച്ചകളും ഇല്ല, ഒരു ന്യൂസും ഇല്ല. ഇതെല്ലാം ഇവർ ഈ ചേച്ചി അഞ്ജന ശശി എന്ന് പറയുന്ന ഈ സ്ത്രീ, ഇത് ഇവരുടെ മറ്റൊരു സംഘടനയുണ്ടല്ലോ, അതിനകത്ത് ജേർണലിസ്റ്റുകളുടെ സംഘടനയുണ്ട്, അതിനകത്ത് കൊണ്ട് പരാതി കൊടുത്തിട്ട് അവരിത് അന്വേഷിക്കാനായിട്ട് വെച്ചിട്ട് പോലും ഇതിന് ഒരു ന്യൂസ് വാല്യൂവും ഇല്ലാത്തൊരു സാധനമാണോ ഇത് എന്ന് മനസ്സിലാകുന്നില്ല. അപ്പം സ്വന്തം കുടുംബത്തിൽ അല്ലെങ്കിൽ സ്വന്തം സംഘടനകളിൽ എന്തെങ്കിലും വരുമ്പം അത് മൂടി വെക്കാനും, മറ്റ് സംഘടനകളിൽ എന്തെങ്കിലും, ഇപ്പം അമ്മ എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ സിനിമാക്കാരുടെ സംഘടന, അതിനകത്ത് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോഴത്തേനും അത് 24/7 ആയിട്ട് ന്യൂസ് കൊടുക്കാനൊന്നും ഒരു മടിയില്ലാത്തവരാണ് കുറേ പേര്. ഞാൻ എവിടെ ന്യൂസ് കണ്ടില്ല ഇതുവരെ, ഇനി ചിലപ്പം ഒരുപക്ഷെ ന്യൂസ് ഉണ്ടായേക്കാം.
എന്താണെങ്കിലും ഇത് ആദ്യത്തെ പോസ്റ്റാണ് എന്ന് പറഞ്ഞാണ്. അപ്പം ഇനി ഇതിൻ്റെ പുറകെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റുകൾ ഉണ്ടാകും. ഈ HR മാനേജറുടെ പേരൊക്കെ വെളിപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചു. പക്ഷെ വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പം എന്താണെങ്കിലും പോലീസ് കേസായിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കി നടപടികൾ എന്താകുമെന്ന് ഫേസ്ബുക്കിലൂടെ തന്നെയായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കൂ. കാരണം മാധ്യമപ്രവർത്തകരൊന്നും ഇതിനകത്ത് ഇടപെടാത്ത സ്ഥിതിക്ക് ആ ചേച്ചി, ആ അഞ്ജന ശശി എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ മാത്രമായിരിക്കാം ഇനി ഇത് നമുക്ക് അറിയാൻ സാധിക്കാൻ സാധ്യതയുള്ളൂ. അല്ലാതെ വേറെ ആരും ഇതൊരു ന്യൂസായിട്ട് കൊടുക്കും എന്ന് തോന്നുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം സംഘടനയെ നാണം കെടുത്തരുത്. അല്ലെങ്കിൽ ഒരുപക്ഷെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഒരുപാട് നടന്മാരുടെ, നമ്മളൊന്നും വിചാരിക്കാത്ത നടന്മാരുടെ പേരുകളും വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വലിയ ആരാധനയോടെ നോക്കിക്കാണുന്ന കുറേ മാധ്യമപ്രവർത്തകരുണ്ട്. ചിലപ്പോൾ അവരുടെയൊക്കെ പേര് ഓരോരുത്തരായിട്ട് പുറത്തു വരുമെന്നുള്ള പേടിയും കൊണ്ടായിരിക്കാം ഈ ഒരു കേസ് വന്നു ഇനി ഇത് കുത്തിപ്പൊക്കണ്ട എന്നുള്ള രീതിയിൽ മൂടിക്കെട്ടി വെച്ചിരിക്കുന്നത്. പക്ഷെ അന്നും സിനിമാക്കാർ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, നിങ്ങളുടെ സംഘടനയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ പുറത്തെത്തിക്കുമോ? ഞങ്ങളെന്താ, ഞങ്ങൾ സ്ത്രീകളാണല്ലോ, സ്ത്രീകൾക്ക് ഇതിൽ എന്ത് വിഷയം വന്നാലും ഞങ്ങൾ ഫ്രണ്ടിലുണ്ടാകും എന്ന് പറഞ്ഞ കുറേ സംഘടനകളൊക്കെയാണ്. ഇപ്പം എന്താണെങ്കിലും വളരെ വളരെ മോശകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഈ 3 വർഷക്കാലം ഈ അഞ്ജന ശശി കടന്നു പോയിട്ടുള്ളത്. അതിനുശേഷം കൊണ്ട് കേസ് കൊടുത്തു. അപ്പോൾ കേസ് കൊടുക്കുമ്പോഴും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷത്തിന് ശേഷമാണല്ലോ കേസ് കൊടുക്കുന്നത്. അപ്പം ആ കേസിൽ എടുക്കാൻ പറ്റുമോ? അതായത് ചില നിയമങ്ങൾ വെച്ച്, ചില സെക്ഷൻസ് വെച്ച് ആ കേസ് എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നടന്ന്, ഈ സംഭവം നടന്ന് പിറ്റേ ദിവസം തന്നെ ഇവർ ഓൾറെഡി ഈ മാതൃഭൂമി ന്യൂസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ബലത്തിൻ്റെ പുറത്ത് വെച്ച് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. ബാക്കി എന്താണെങ്കിലും വരുന്ന വഴിക്ക് വെച്ച് കാണാൻ എന്തായാലും നന്നായിട്ട് മാധ്യമപ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതുപോലെ മൂടി വെച്ചുകൊണ്ടും അത് പുറത്തെത്തിക്കണ്ട എന്നുള്ള ഉദ്ദേശം കൊണ്ടും ചെയ്യിക്കുന്നവരുണ്ട്. അത് ചിലരൊക്കെ ചോദിച്ച ചോദ്യമാണ്, ഹാഷ്മിനെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ വായും കൊണ്ട് കസർത്ത് നടത്തുന്ന ആൾക്കാരാണ്, അവരൊന്നും ഈ ന്യൂസ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണം എന്നാണോ? വിശ്വസിക്കാം, വിശ്വസിച്ചു പോരെ.